അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം തകർക്കുന്ന നെഞ്ചുലയ്ക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്, ഒരു അനുഭവ പാഠമാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കേൾക്കുക. വളരെ ദയനീയമായ ഒരു കഥ തന്നെ. തല ശരിക്ക് ഇൻഫെക്റ്റഡ് ആയി ഡിസ്ചാർജ് വന്നു, നെറ്റിയിൽ വരെ കളർ ചേഞ്ച് വന്നു, സിവിയർ പെയിൻ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു. അതായത് നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ആയിരുന്നു. അപ്പോൾ തലയുടെ 2 ലെയർ ഓൾറെഡി ബാക്ടീരിയ തിന്ന് ഇപ്പോൾ സ്കള്ളും അതിൻ്റെ ബോണൊക്കെ എക്സ്പോസ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ കാലുമേന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് 3 ഭാഗത്തു നിന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു, എങ്കിലും ഫുൾ കവേർഡ് ആയിട്ടില്ല. ഇനി 3 ഭാഗത്തും കൂടെ ബോൺ എക്സ്പോസ് ആണ്. അപ്പോൾ അവിടത്തേക്ക് സ്കിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിബ്രൈറ്റ്മെൻറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും. പിന്നെ മുടി വെച്ച് പിടിപ്പിച്ചു ഇവർ 3500 മുടിയാണ് ഇവർ വെക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഓഫർ പ്രൈസിൽ 54,500 മുടി അവർ വെച്ച് തന്നത്. അപ്പോൾ ഇത് വെച്ച് തന്ന ഡോക്ടർ എന്ന് പറയുന്ന ആൾ ഹൈദരാബാദിയാണ്. ഞാൻ ഈ ആളെ ഫസ്റ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൺലൈൻ വഴിയാണ് ഇവരെ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അങ്ങനെ എൻക്വയറി വന്നിട്ടാണ് ഈ ഡോക്ടർ അവർ വാട്സപ്പ് വീഡിയോ കോൾ വഴി കണക്ട് ചെയ്തു. ഇയാളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഇയാൾ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ എന്ന് പറയുന്ന MBBS ഡിഗ്രിക്കുള്ള ആളാണോ? അത് നമ്മൾ ഇയാളുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ല. കാരണം ഡോക്ടർ ശരത് കുമാറാണ് പേര്. ആള് ഹൈദരാബാദിയാണ്. ഹൈദരാബാദിൽ ലെനിൻ നഗറിൽ ഒരു ക്ലിനിക്ക് ഉണ്ട്. പിന്നെ ഇവിടെയും ആളുടെ സ്വന്തം ക്ലിനിക്കാണെന്ന് ഈ ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക്കിലുള്ള അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് പറഞ്ഞ അറിവാണ് എനിക്കുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഒരു ഭാഗം കുഴിഞ്ഞ് കുറച്ച് ഡെപ്തുള്ള ഒരു കുഴി, ബാക്കി ഭാഗത്ത് ഫ്ലഷും ഇതൊന്നും ഇല്ലാണ്ട് നിറയെ ബ്ലഡ് പിടിച്ചിരിക്കുന്ന ഒരു ഇത് കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി. പിന്നെ കുറച്ച് ഇതിലൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണല്ലോ. എനിക്കൊരു നോർമൽ ഹെഡേക്ക് പോലും വരാത്തത്. ഞാനതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചോടാണ്. മര്യാദ കുറഞ്ഞിട്ട് 85 ദിവസമായി. അപ്പം അതുകൊണ്ടാണ് എനിക്ക് നീതി കിട്ടണമെന്ന് വെച്ചാൽ ഇതുപോലൊരു അവസ്ഥയിൽ ലോകത്തൊരാൾക്കും വരരുത്. ഇത് ജനങ്ങൾ അറിയണം. ഈ സോഷ്യൽ മീഡിയയിലൂടെ കൂണുപോലെ മുളച്ചു പോകുന്ന ക്ലിനിക്കുകൾ വേണ്ടെന്ന് ഞാൻ പറയുന്നത്. ക്ലിനിക്കുകൾ വേണം, ബട്ട് അത് ഓതന്റിക് ആയിട്ടുള്ള ആളുകളുടെ ക്ലിനിക്ക് ആയിരിക്കണം. അവരെ ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി അതും എത്തിക്കലി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങളിലൊന്നും പോയി വീഴരുത്. ഈ ചാത്തൻ ഡോക്ടർമാരുടെയൊക്കെ ട്രീറ്റ്മെന്റിൽ പോയി തല വെക്കരുത്. കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ ശരീരത്തിന് കുരുതി കൊടുക്കരുത്. പ്രത്യേകിച്ച് ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ശസ്ത്രക്രിയ, കഴിഞ്ഞ ആഴ്ച ഒരു കൊഴുപ്പ് കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയ ചെയ്ത് പെട്ടുപോയ വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ചികിത്സ ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടെ അന്വേഷിച്ചിട്ട് ഈ അനുഭവ സമ്പത്തും പ്രവൃത്തി പരിചയമൊക്കെയുള്ള നല്ല ഡോക്ടർമാരെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ മാത്രം ഇത് ചെയ്യാൻ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം വേദനാജനകമായി മാറും.